തിരുവനന്തപുരം കരമനയിൽ ദമ്പതികൾ മരിച്ച നിലയിൽ കണ്ടെത്തി. സാമ്പത്തിക ബാധ്യതകളെ തുടർന്നുള്ള പ്രശ്നങ്ങൾ ഇവർ തമ്മിൽ ഉണ്ടായിരുന്നുവെന്നാണ് വിവരം. ഭർത്താവിനെ കൊലപ്പെടുത്തി ഭാര്യ ജീവനൊടുക്കിയെന്നാണ് സംശയിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുന്നുണ്ട്. ടിൻഡു, എപ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്? എന്താണ് നിലവിലെ അന്വേഷണം? വിഷ്ണു, ഇന്ന് രാവിലെ 9 മണിയോടുകൂടിയായിരുന്നു തിരുവനന്തപുരം കരമന തമലത്തിന് സമീപം റെയിൽവേ ട്രാക്കിന് സമീപമുള്ള വീട്ടിൽ ദമ്പതികളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭാര്യ സതീഷ്, ബിന്ദു ദമ്പതികളെയാണ് ഈ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സതീഷിൻ്റെ കഴുത്ത് മുറിഞ്ഞ അല്ലെങ്കിൽ കഴുത്തറുത്ത നിലയിലും ഭാര്യ ബിന്ദുവിനെ തൂങ്ങി മരിച്ച നിലയിലുമാണ് മൃതദേഹം കണ്ടെത്തിയത്. 9:30 മണിയോടുകൂടി വീട്ടിന് സമീപത്തുള്ള ഇവിടെ ബന്ധുക്കളൊക്കെ അടുത്ത് താമസിക്കുന്നു. വീടിന് സമീപത്തുള്ള ഒരാൾ കതകിൽ വന്ന ജനലിൽ മുട്ടുമ്പോഴാണ് ഇത്തരത്തിൽ ആളില്ല എന്ന് മനസ്സിലാക്കുകയും ജനൽ തുറക്കുമ്പോൾ ഇത്തരത്തിൽ ബിന്ദുവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഇപ്പോൾ ഈ വീട്ടിൽ ഭാര്യ, അതായത് സതീഷിൻ്റെയും ബിന്ദുവിൻ്റെയും ഈ മൃതദേഹങ്ങളുടെയും ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇവർ കരമന SBI ബ്രാഞ്ചിനെതിരെ വലിയ രീതിയിൽ പ്രതിഷേധം നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. കാരണം ഈ മരണപ്പെട്ട സതീഷ് എന്ന് പറയുന്നത് ഏതാണ്ട് 2 കോടിയിലധികം രൂപയുടെ കടബാധ്യത ഉണ്ട് എന്നാണ് നിലവിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അത്തരത്തിലാണ് കൗൺസിലറും അതോടൊപ്പം തന്നെ ഈ നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ നമ്മളോട് പ്രതികരിക്കുമ്പോൾ പറയുന്നത്. ഈ സതീഷ് എന്ന് പറയുന്നത് തിരുവനന്തപുരം നഗരസഭയിലെ ഉൾപ്പെടെയുള്ള കോൺട്രാക്ടർ പണികൾ എടുത്ത് ചെയ്തിരുന്ന ആളായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ബാങ്കിൽ നിന്നും ഓടിയെടുത്തിരുന്നു, അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിരുന്നു. ഈ ലോണ് പലിശയുടെ പലിശയായിട്ട് കൂടുകയായിരുന്നു. ആദ്യം 80 ലക്ഷം രൂപ എടുത്തു. പിന്നീട് അദ്ദേഹത്തിന് ഇതിൻ്റെ പലിശ അടയ്ക്കാൻ പറ്റാതെ വരുന്നു, അല്ലെങ്കിൽ ഈ ലോൺ അടയ്ക്കാൻ പറ്റാതെ വരുന്നു. തുടർന്ന് ഈ സ്ട്രോക്ക് വരികയും ചികിത്സയിൽ കഴിയുകയും ചെയ്യുന്നു. ആ സമയത്ത് ബാങ്കുമായി ഇടപെട്ടുകൊണ്ട് ഈ പലിശ കാലാവധി അല്ലെങ്കിൽ ലോണിൻ്റെ തിരിച്ചടവ് കാലാവധിയായി ബന്ധപ്പെട്ടൊക്കെ സംസാരിച്ചിരുന്നു. പക്ഷേ അത് ഒരു ഘട്ടത്തിൽ പോലും ബാങ്ക് ഈ തിരിച്ചടവിനൊരു സാവകാശം നൽകിയിരുന്നില്ല എന്നാണ് കൗൺസിലർ ഉൾപ്പെടെ ആരോപിക്കുന്നത്. അതിനുശേഷം ഇദ്ദേഹത്തിന് അസുഖം വരികയും പിന്നീട് 3 തവണ ബാങ്കിലെ പ്രതിനിധികൾ വീട്ടിൽ വന്ന് ഈ ജപ്തി ഭീഷണി മുഴക്കുകയും പിന്നീട് ബാങ്ക് വീണ്ടും ഒരു സെറ്റിൽമെൻറ്റ് മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നു. ആ സെറ്റിൽമെൻറ്റിൽ ഏതാണ്ട് 1 കോടി രൂപ പിന്നീടും വായ്പ കൊടുക്കുമ്പോൾ ഈ 50 ലക്ഷം രൂപ ഇദ്ദേഹത്തിന് നൽകാമെന്ന വ്യവസ്ഥയോട് കൂടിയാണ് വായ്പ കൊടുക്കുന്നത്. പക്ഷേ വായ്പ എടുത്തതിന് ശേഷം ഈ തുക ഈ ബാങ്ക് മുന്നോട്ട് വെച്ച തുക ഇദ്ദേഹത്തിന് നൽകിയില്ല. തുടർന്ന് അദ്ദേഹം വീണ്ടും കടക്കാരനാകുന്നു. അങ്ങനെ 1,80 ലക്ഷത്തിലധികം രൂപയുടെ കടബാധ്യതയായി മാറുന്നു. ഒരാഴ്ച മുമ്പ് വീണ്ടും ബാങ്കിൻ്റെ പ്രതിനിധികൾ ഇവിടെ എത്തി ഇത്തരത്തിൽ ജപ്തി ഭീഷണി മുഴക്കിയിരുന്നു എന്നൊരു ആരോപണവും നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാന പ്രശ്നം, ഇദ്ദേഹത്തിന് ഈ ദമ്പതികൾക്ക് ഒരു മകനാണുള്ളത്. മകൻ കഴിഞ്ഞ മാസമാണ് വിദേശത്തേക്ക് പോയത്. 22 വയസ്സുള്ള മകൻ. ആ മകൻ തിരിച്ചു വരേണ്ടതായിട്ടുണ്ട്. ഇവർക്ക് മുകളിൽ ഒരു വീടുണ്ട്. ആ വീട് വിറ്റ് കടം തീർക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടന്നുവെങ്കിലും പക്ഷേ അത് വീട് പെട്ടെന്ന് സാഹചര്യത്തിൽ വിൽക്കാൻ സാധിച്ചില്ല. തുടർന്നാണ് ഈ ഇത്തരത്തിൽ കഴിഞ്ഞ ആഴ്ച ഈ ബാങ്കിലെ പ്രതിനിധികൾ വരികയും വീണ്ടും ജപ്തി ഭീഷണി ഉന്നയിക്കുകയും ചെയ്തത്. പക്ഷേ ഇത്തരത്തിൽ കഴിഞ്ഞ ആഴ്ചയും ഈ ബാങ്കിൻ്റെ പ്രതിനിധികൾ വന്ന് ജപ്തി ഭീഷണി മുഴക്കുകയും ചെയ്യുന്നു. തുടർന്നാണ് ഇവർക്ക് പിന്നീട് നാട്ടുകാർ ഇടപെടുകയായിരുന്നു. നാട്ടുകാർ ഇടപെട്ട് എല്ലാവരും കൂടി പിരിവെടുത്ത് കുറച്ച് പണം ബാങ്കിൽ അടയ്ക്കുകയും ചെയ്തിരുന്നെങ്കിലും ബാങ്ക് ഇവർക്ക് സാവകാശം നൽകിയില്ല എന്നൊരു ആരോപണം ഉന്നയിക്കുന്നു. എന്തായാലും ഇരുവരുടെ മൃതദേഹങ്ങളുടെ ഇൻക്വസ്റ്റ് നടപടി പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ബാങ്കിനെതിരെ ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം ഉയരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ തഹസീൽദാർ അല്ലെങ്കിൽ RTO ഓഫീസർ വന്നതിന് ശേഷം മാത്രമേ ഇവിടുന്ന് മൃതദേഹം മാറ്റാൻ അനുവദിക്കുകയുള്ളൂ എന്നും നാട്ടുകാർ ഒരു പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. എന്തായാലും വലിയൊരു കടബാധ്യതയാണ് ഇത്തരത്തിലുള്ളൊരു മരണത്തിലേക്ക് ഒരു തള്ളിവിടാൻ കാരണമായിട്ട് നാട്ടുകാർ പറയുന്നത്. വിഷ്ണു. ടിൻഡു, ഒപ്പം നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് അവിടെ ആളുകൾ കൂടി നിൽക്കുകയാണ്. ഒപ്പം തന്നെ മറ്റ് ചില പ്രതികരണങ്ങൾ കൂടി ലഭ്യമാകുമെന്ന് കരുതുന്നു. എന്താണ് നിലവിലെ അവിടുത്തെ സാഹചര്യം? നിലവിൽ ബാങ്കിനെതിരെയുള്ളൊരു പ്രതിഷേധമാണ് ഇവിടെ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് നമുക്കറിയാൻ സാധിക്കുന്നുണ്ട്. വലിയ രീതിയിലൊരു പ്രതിഷേധം നടപ്പിലാക്കുന്നുണ്ട്. കാരണം ഈ മൃതദേഹം കൊണ്ടുപോകാൻ അനുവദിക്കില്ല. അതോടൊപ്പം തന്നെ ബാങ്കിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചയാണ് ചൂണ്ടിക്കാട്ടുന്നത്. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം
പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബാങ്കിലേക്ക് കൊണ്ടുപോവുകയും അവിടെ നിന്ന് ഒരു തീരുമാനം ഉണ്ടാക്കി ചെയ്തതിന് ശേഷം മാത്രമേ സംസ്കരിക്കാൻ അനുവദിക്കുകയുള്ളൂ. നേരത്തെ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇവിടെ നമ്മോട് പ്രതികരണമായിട്ട് നൽകിയിരുന്നു. അപ്പോൾ ബാങ്കിനെതിരെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് ഉയരുന്നത്. പല ഘട്ടങ്ങളിലും സെറ്റിൽമെൻറ്റിന് ശ്രമിച്ചിരുന്നുവെങ്കിലും ബാങ്ക് ഒരു സാവകാശം നൽകിയില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം രോഗിയായി തീരുകയും അത്തരത്തിലുള്ള ദുഃഖമാണ് ഈ ഒരു മരണത്തിലേക്ക് നയിച്ചതുമെന്നാണ് ഇവിടെയുള്ള നാട്ടുകാരും അതോടൊപ്പം തന്നെ ജനപ്രതിനിധികളൊക്കെ നമ്മളോട് പ്രതികരിച്ചത്. വിഷ്ണു. ശരി, ടിൻഡുദാസാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്.